അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ നമ്മളെ മോളെ വീട്ടിലാട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. പേരക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ പേരക്കുട്ടിക്ക് ഒരു കേക്കും കൊടുക്കാമെന്നുള്ള ഇതിൽ അങ്ങനെ വന്നതാണ്. അപ്പോൾ അവർ അപ്പോൾ ഞങ്ങൾ പെരക്കാരും അവരെ പെരക്കാരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതായാലും നമുക്ക് വീട്ടിൽ അങ്ങോട്ട് കയറല്ലേ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12:30 മണിക്കാണ് അവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആട്ടോ ഭക്ഷണം. അവർ വിചാരിച്ച് ബിരിയാണി നെയ്ച്ചോറൊക്കെ പെരുന്നാളായിട്ട് എല്ലാവരും തിന്നണതല്ലേ. അപ്പോൾ ഇന്ന് അവർ പൊതിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതാണിത് ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഉള്ള പൊതിച്ചോറ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേറെ പാത്രത്തിലും ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പായസവും ഉണ്ട്. അപ്പോൾ എന്നും നോമ്പായാലും ഇപ്പോൾ അങ്ങനെ തന്നെ അല്ലേ. എന്നും ബിരിയാണിയും നെയ്ച്ചോറും പൊറാട്ടയും പത്തിരിയും ഇതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ സാധാ ചോറ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വെറൈറ്റി അല്ലേ എന്നുള്ള ഇതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പെരുന്നാളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞല്ലേ. നോമ്പൊക്കെ റാഹത്തോടായി സന്തോഷത്തോടെ എല്ലാവർക്കും പെരുന്നാൾ ആഘോഷിക്കാനുള്ള വിധിയും പഠിച്ചു തന്നില്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ മഴയും ഉണ്ടായിരുന്നു അല്ലേ, ചൂട് കുറയാൻ വേണ്ടിയിട്ട്. എന്നാലും എല്ലാം റാഹത്തോടായി. നമുക്ക് ഇനിയുള്ള നാളുകൾ ഇതേമായി സന്തോഷം സമാധാനത്തോടെ മരണം വരെ എല്ലാവർക്കും ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചാൽ തരട്ടല്ലേ. അപ്പോൾ മരുവന് ടേൾമ ഓരോന്നും ഇങ്ങനെ കൊടുന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഈ പേരക്കുട്ടിൻ്റെയാണ് ഇന്ന് ബർത്ത്ഡേ ഉള്ളത് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒന്ന് എന്തെങ്കിലും തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ. എല്ലാവർക്കും പൊതി തുറക്കണ തിരക്കാല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സംഭവം. അങ്ങനെ വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് അങ്ങനെ ആ ചൂട് കൊടുക്കുക അവരിങ്ങനെ പൊതിഞ്ഞ് വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായിട്ട് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. എല്ലാതും ഉണ്ടായിരുന്നു. കൂട്ടാനുകൾ ഒരു 5-8 തരം കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ പൊരിച്ചത്, ആംപ്ലേറ്റ്, പപ്പടം, പിന്നെ ഉപ്പേരി, ചേന പൊരിച്ചത്, ചെള്ളി സമന്തി, മാന്തൾ മുളകിട്ടത്, ചിക്കൻ പൊരിച്ചത്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പായസം അപ്പോൾ അടിപൊളി കേട്ടോ. എല്ലാവരും നല്ല ഉഷാറിൽ ഭക്ഷണം കഴിച്ചിട്ടോ. നമ്മളെ ബിരിയാണിനെക്കാട്ടിയും നെയ്ച്ചോറിനെക്കാട്ടിയൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പേരക്കുട്ടി റെഡിയായി നിൽക്കുക കേട്ടോ. ഇവൻ്റെയാണ് ബർത്ത്ഡേ എന്ന് കേട്ടോ. അപ്പോൾ അവനതിനായിട്ട് നിൽക്കുകയാണ്, കത്തിയൊക്കെ പിടിച്ച് ഇപ്പം മുറിക്കാൻ. അതാ നമ്മളെ കേക്ക് ഇതാട്ടാ. നല്ല ഭംഗിയുണ്ടായിട്ടാ, നല്ല ടേസ്റ്റുള്ള കേക്ക് ആയിരുന്നിട്ടാ. അപ്പോൾ അവന് കട്ട് ചെയ്യണ ഇതും കൊണ്ട് എന്നാൽ എല്ലാവരും കുട്ടീൻ്റെ ദീർഘായുസിനും ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മളെ പാത്തു കേട്ടോ.